ചൊക്കന വഴി ചിമ്മിനി ഡാം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പോണ വഴിക്ക് കറുകുറ്റിയിലെ നവ്യ ബേക്കറിയിൽ നിന്ന് വെജ് കട്ട്ലറ്റും പിന്നെ ഒരു കോഫിയും കുടിച്ചു. അവിടുന്ന് നേരെ ചാലക്കുടി എലഞ്ഞിപ്ര വഴി യാത്രയായി. ആ പോകുന്ന വഴിക്ക് സർക്കാരിൻ്റെ ഒരു തടിടിപ്പുണ്ട്. അവിടെ എന്ത് രസമാണെന്നറിയാം. അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ അവിടുന്ന് നേരെ വെള്ളിക്കുളങ്ങര വഴി പോയിട്ട് കുണ്ടായി എസ്റ്റേറ്റ് എത്തി. ഇവിടെയാണ് നമ്മുടെ ചൊക്കനയുടെ ആത്മാവ് സ്ഥിതി ചെയ്യണത്. ഫുൾ പച്ചപ്പുള്ള രണ്ട് സൈഡും റബ്ബർ എസ്റ്റേറ്റുകൾ നിറഞ്ഞ ഒരു സ്ഥലം. ഒരു ഒച്ചയോ ബഹളമോ ഒന്നുമില്ല. ഈ വഴിക്ക് പോയാൽ അവിടെ ഒരു ആട്ടുപാലം ഉണ്ടെന്ന് നാട്ടുകാരൻ പറഞ്ഞു. അതായത് നമ്മളൊക്കെ പറയുന്ന തൂക്കുപാലം ഇല്ലേ, അതിനെയാണ് ഇവർ ആട്ടുപാലം എന്ന് പറയണത്. അങ്ങനെ അത് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവസ്ഥ എന്താണെന്നൊന്ന് അറിയണമല്ലോ. ശരിക്കും ഉള്ളിൽ നല്ല പേടിയുണ്ട്. തന്നെ ആടണതാ. അപ്പുറത്തെത്തുമല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയാൻ വരിക. ഒരുപാട് പഴക്കമുള്ള പാലാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുവെന്ന് ഉള്ളിൽ ശരിക്കും കിടുകിടാന്നൊരു തോന്നലുണ്ട്. ആ പാലത്തിൻ്റെ കൈവരികളൊക്കെ നല്ല പഴക്കമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീപ്പ ഉണ്ടല്ലോ, അത് അടിച്ചിട്ടാണ് അതിൻ്റെ ഫ്ലോറൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ആർക്കായാലും ഒരു പേടി തോന്നും. അങ്ങനെ അപ്പുറത്ത് എസ്റ്റേറ്റിൽ ഞാൻ ചെന്ന് ഇറങ്ങിയ ശേഷമാണ് കൂട്ടുകാരൻ പാലത്തിലേക്ക് കയറിയത്. വേറൊന്നും കൊണ്ടല്ല, നല്ലോണം പേടിച്ചിട്ടാ. അമ്മാതിരി ആട്ടമാണ് ആടണത്. പിന്നെ പാലത്തിൻ്റെ താഴെ ഇറങ്ങി നിന്നാലുണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂ ആണ്. എന്ത് ഭംഗിയാണെന്നറിയോ. ഫാമിലി ആയിട്ടോ കൂട്ടുകാരോ ഒക്കെ ഒത്തു വന്ന് ഇവിടെ കുളിക്കാൻ നല്ല സ്പോട്ടാണ്. അങ്ങനെ ആ കാഴ്ചയും കണ്ട് നീങ്ങും വേണ്ട ഒരു പഴയ വീട് കണ്ടു. അവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് ബൈക്കെടുത്ത് യാത്രയായി. വീണ്ടും ഫുൾ പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി സ്ഥലം. എന്ത് രസമാണ്. റൈഡേഴ്സിന് പറ്റിയൊരു റൂട്ടാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ നല്ല കുറേ വഴികൾ, ഇടയ്ക്ക് കുറച്ച് മോശം വഴികൾ വരും, എന്നാലും മിക്ക വഴികളും നല്ലത് തന്നെയാണ്. പോയിട്ട് ഒരു ചെറിയ ജംഗ്ഷൻ എത്തി. അവിടെ കുറച്ച് പേര് ബസ് കയറാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. ഒരു പുഴയൊക്കെയുള്ള ജംഗ്ഷൻ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു ചായക്കട കണ്ടു. എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാവട്ടെ അടുത്ത യാത്ര എന്ന് തീരുമാനിച്ച് പതുക്കെ അവിടെ നിർത്തി ചായ മേടിച്ച് അവിടുന്ന് കടികളൊക്കെ മേടിച്ച് കഴിച്ച്. അപ്പോൾ അവിടെ നിന്നൊരു ബസ് വരാനുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ബസ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ടാണ് പിന്നെ അവിടുന്ന് യാത്ര തുടർന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ബൈക്കെടുത്ത് വീണ്ടും മുന്നോട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അടുത്തൊരു തൂക്കുപാലത്തിലെത്തി. അത് വേറെ വഴിയില്ല. ആദ്യം കരുതിയത് ആ ചേട്ടൻ തമാശയ്ക്ക് എന്തോ ആ പാലത്തിലൂടെ ബൈക്ക് കയറ്റി കൊണ്ടുവന്നതാണെന്നാ. പിന്നെ മനസ്സിലായത് ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അവർക്ക് വന്നു പോകാനുള്ള മാർഗമാണത്ര ഈ പാലം. ഈ പാലം മറ്റേ പാലത്തിനേക്കാളും കൂടുതൽ പഴക്കവും കേടുവന്നതൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും ഇവർ പുതിയതായിട്ട് കുറച്ച് പട്ടികയൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നാലും നല്ലോണം തുരുമ്പിച്ച പാലമാണ്. ഏത് സമയം വേണമെങ്കിലും പൊട്ടി വീഴാം എന്നുള്ളൊരവസ്ഥയാണ്. എന്തായാലും ഞങ്ങൾ അക്കരെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴുണ്ട് അടുത്തൊരു ചേട്ടൻ ബൈക്കുമായിട്ട് അതിലേ വരണം. നോക്കിയും കണ്ടും പാലത്തിലൂടെ ബൈക്ക് ഓടിച്ചില്ലെങ്കിൽ ഹാൻഡിൽ കുരുങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്രയായി. നേരെ പോയി പിന്നെ ഒരു സ്കൂൾ കണ്ടു. അത് കഴിഞ്ഞ് ഒരു പുഴയൊക്കെ ക്രോസ് ചെയ്ത് പാലത്തിലൂടെ പോയിട്ട് അങ്ങനെ പതുക്കെ ചൊക്കനോട് വിട പറഞ്ഞ് ചിമ്മിനിയിലേക്ക് യാത്രയായി.